ഇസ്രയേലും ഇറാനും തമ്മിലുള്ള ദീർഘകാലത്തെ ശത്രുത ഒരു തുറന്ന പോർമുഖമായി മാറിയിരിക്കുന്ന ഈ കാലഘട്ടം പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തെയും ആഗോള സമാധാനത്തെയും വലിയ തോതിൽ സ്വാധീനിക്കുന്നുണ്ട്. ഗാസയിലും ലബനനിലും സിറിയയിലും ഏകപക്ഷീയമായ സൈനിക ആക്രമണങ്ങളിലൂടെ വലിയൊരു ശക്തിയായി സ്വയം അവരോധിച്ച ഇസ്രയേലിന് ഇറാൻ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത പ്രഹരങ്ങളാണ്. ഈ സംഘർഷം അതിന്റെ വ്യാപ്തിയിലും തീവ്രതയിലും ഒരു പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇറാനിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാൻ തൊടുത്തുവിട്ട മിസൈലുകൾ ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ തകർത്തെറിഞ്ഞുവെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഇസ്രയേൽ സൈന്യം തന്നെ സ്ഥിരീകരിച്ച വിവരമനുസരിച്ച് ഇറാൻ ഒന്നിലധികം പോർമുനകളുള്ള മിസൈലുകളാണ് പ്രയോഗിക്കുന്നത്. ഒരു പോർമുനയ്ക്ക് പകരം പല പോർമുനകളെ തിരിച്ചറിഞ്ഞ് തകർക്കേണ്ടി വരുന്നത് ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനമായ അയൺ ഡോമിന് വലിയ വെല്ലുവിളിയായിരിക്കുകയാണ്. ഇത് ഇസ്രയേലിന്റെ വ്യോമ പ്രതിരോധ ശേഷിയെ കബളിപ്പിക്കാനും കനത്ത നാശം വിതയ്ക്കാനും ഇറാനെ സഹായിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രം 10ഓളം ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇസ്രയേലിൽ പതിച്ചത്. ഇത് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾക്കും ജീവഹാനിക്കും കാരണമായി. നിരവധി പേർ കൊല്ലപ്പെടുകയും ഡസൻ കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. വൻ കെട്ടിടങ്ങളും നിലംപൊത്തി. ഇസ്രയേലിന്റെ ഭൂമിശാസ്ത്രപരമായ കിടപ്പ് ഈ സംഘർഷത്തിൽ ഒരു വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുന്നുണ്ട്. ഇറാനെ പോലെ ഒരു വലിയ രാജ്യത്തിന് തങ്ങളുടെ നഗരങ്ങളിലെ ജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാൻ വിദൂര പ്രദേശങ്ങൾ ഉണ്ടെങ്കിലും കുഞ്ഞു രാജ്യമായ ഇസ്രയേലിന് അത്തരം സാധ്യതകൾ പരിമിതമാണ്. ഒരു ബങ്കർ രാജ്യമായിരുന്നില്ലെങ്കിൽ എത്രമാത്രം ആളുകൾ കൊല്ലപ്പെടുമായിരുന്നു എന്നത് ചിന്തിക്കാൻ പോലും സാധിക്കില്ലെന്ന് ഈ മേഖലയിലെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇത് ഇസ്രയേൽ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ്. സംഘർഷത്തിന് പുതിയ മാനം നൽകിക്കൊണ്ട് ഇറാൻ ക്ലസ്റ്റർ ബോംബുകൾ അടങ്ങുന്ന മിസൈലുകളും പ്രയോഗിക്കാൻ തുടങ്ങിയതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.